ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന എടുത്തനായ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൻ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക വരമധികം പകരുകയാ മാവിൻ നിറയുക നിൻ ജനങ്ങൾ പകരുകയാ മാവിൻ നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സൂം ലൈനിലും സഭാ ഹാളിലുമായിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് വന്ദനത്തെ പറയുന്നു. നമ്മൾ ഐ തിങ്ക് 4 ആഴ്ചകളുമായി നമ്മളെല്ലാ ശനിയാഴ്ചകളിലും തുടർന്നു വരുന്ന ദൈവവചന പഠനം നമുക്ക് തുടരുവാൻ കഴിഞ്ഞില്ല. ദ സോവറിനിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പരമാധികാരം എന്നുള്ള വിഷയമാണ് നാം ധ്യാനിക്കുന്നത്. ആധാരമായി നമ്മൾ പുതുനിയമത്തിൽ ഒരു വാക്യം വായിച്ചത് തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. 15-16 വാക്യങ്ങളാണ്. ദൈവത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വെളിപ്പാട് നമുക്കവിടെ കാണാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണുവാൻ കഴിയാത്തവൻ. നാം പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വചനത്തിൽ കൊടുത്തിരിക്കുന്ന വെളിപ്പാടാണത്. എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏകാധിപതി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ബ്ലസ്സഡ് ആൻഡ് ഓൺലി സോവറിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. താൻ മാത്രമാണ് പരമാധികാരി. ഏകാധിപതി എന്നുള്ളത് മലയാളത്തിലെ ഒരു പദപ്രയോഗമാണ്. പരമാധികാരി എന്നാണ് അതിൻ്റെ അർത്ഥം. തൻ്റെ അധികാരത്തിന് മുകളിൽ അധികാരവും ഉള്ളവനാരുമില്ല. രാജാതി രാജാവ്, താൻ മാത്രമാണ് എല്ലാ രാജാക്കന്മാരെക്കാളും രാജാതി രാജാവായത്. കർത്താധികാർ, താനാണ് ലോഡ്. താൻ മാത്രമാണ്, തന്നെ വ്യക്തമായിട്ട് പറയുന്നത്, താൻ മാത്രമാണ് അമർത്യതയുള്ളവൻ, പിന്നെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഡിസ്ക്രിപ്ഷനാണ് നാം പിതാവേ എന്ന് വിളിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ച് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട്. നാം അപ്രകാരം ചിന്തിച്ചു വരുമ്പോൾ, ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരമാധികാരം മനുഷ്യരുടെ തീരുമാനങ്ങളുടെ മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് നാം ധ്യാനിച്ചു വരുന്നത്. അതിനെ തുടർന്നാണ് ദൈവത്തിൻ്റെ പരമാധികാരവും നമ്മുടെ രക്ഷയും എന്നുള്ള വിഷയം നാം ധ്യാനിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തത് കൊണ്ടാണ് ഈ ഭാഗം ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യരുടെ തീരുമാനത്തിന് മുകളിലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം. ഉദാഹരണമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ കാണാം, നിമ്രോദ്. ആ നിമ്രോദിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, ആ മനുഷ്യൻ അവൻ്റെ രാജ്യത്തിന്, അല്ലെങ്കിൽ 9-ാം വാക്യത്തിൽ 10:9, അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരനെന്ന് പഴഞ്ചൊല്ല് വരെ ഉണ്ടായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ശീനാർ ദേശത്ത് ബാബേൽ, ഏരക്, അഖാദ്, കൽനെ എന്നിവയായിരുന്നു. അപ്പോൾ ഒരു നാട്ടുരാജാവായി, അപ്പോൾ അധികാരമുണ്ട്, നായാട്ട് വീരനാണ്. പക്ഷേ വിഷയം അതല്ല.
11-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഗോപുരം പണിയുകയാണ്. 6-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല എന്ന് പറയുകയാണ്. അവിടെ വരെ വായിച്ചാൽ മനുഷ്യരാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് നമുക്കങ്ങ് തോന്നും. പക്ഷേ ദൈവം പറയുകയാണ്, അവിടെയും ത്രിയേക ദൈവ വെളിപ്പാട് നമുക്ക് കാണാം. വരുവീൻ, നാം ഇറങ്ങി ചെല്ലുക. എന്നിട്ട് അവർ തമ്മിൽ ഭാഷ അറിയാതെ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കി കളയുക. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പരമാധികാരം മനുഷ്യൻ്റെ തീരുമാനങ്ങളുടെ മേലെന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ തീരുമാനമല്ലത്. ഇത് ഒരു ഗ്രൂപ്പായിട്ട് അന്ന് വരെ ഒരേ ഭാഷയും ഐക്യതയോടെ നിൽക്കുന്ന മനുഷ്യവർഗം. ദൈവം പറയുകയാണ്, നോ, അതല്ല എൻ്റെ പ്ലാൻ. അപ്പോൾ മനുഷ്യൻ്റെ തീരുമാനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആ അധികാരം അത് കാണുന്നത്. ദൈവജനത്തിൽ മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. അപ്പോൾ മൂർഖനായ അധികാരിയുടെ മുമ്പിലൊക്കെ ഞങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി നിൽക്കുമ്പോൾ, മിഡിൽ ഈസ്റ്റിലൊക്കെ ആയിരുന്നപ്പോൾ ഈ ഏറ്റവും വേഴ്സായിട്ടുള്ള ഗവൺമെൻറ് അതോറിറ്റി എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ. അപ്പോൾ നമ്മുടെ വിസ എക്സ്റ്റൻഷനോ നമ്മുടെ സിവിൽ ഐ ഡിക്ക് വേണ്ടിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കാണുന്നത് ഒരു വേലക്കാരനെ പോലെയാണ്. ഒരു പക്ഷേ നമ്മൾ ഡോക്ടറായിരിക്കാം, എഞ്ചിനീയറായിരിക്കാം, അതൊന്നും അവർക്ക് വിഷയമല്ല. പക്ഷേ അവിടെയും പലയിടങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവരുടെ ഹൃദയത്തെ ദൈവം നിയന്ത്രിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം, അത് ഏത് അധികാരിയാണെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നു. എന്ത് തീരുമാനമെടുത്താലും അതിനെ തിരിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇവിടെ ഐക്യതയോടെ മനുഷ്യരെല്ലാവരും, എന്തിനാ ഈ ഗോപുരം പണിയുന്നേ? ഗോപുരം പണിയാനുള്ള കാര്യം എന്താ? സ്വർഗത്തോളം എത്താനുള്ള ഗോപുരത്തിൻ്റെ കാര്യം, റീസൺ എന്താ? വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇനിയും അങ്ങനെ ഒരു സംഭവിച്ചാൽ, പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, ദൈവം ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഇനി ഇങ്ങനെ സംഭവിക്കത്തില്ല ആ നിലയിൽ. പക്ഷെ അതല്ല അവർക്ക് കാര്യം, ഇനി ഇൻ കേസ്. അപ്പോൾ അവിടെയും ദൈവത്തെ വിശ്വസിപ്പാൻ തക്കവണ്ണം മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഭൂമിയിലൊക്കെയും അവിടെ വരുവൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക, അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായും ഉപയോഗിച്ച് വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയുക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവഹിതമില്ലാത്ത എല്ലാ മനുഷ്യൻ്റെ തീരുമാനങ്ങളും ദൈവത്തോടുള്ള റിബല്യനാണ്. അത് ദൈവം അനുവദിക്കത്തില്ല. ആത്യന്തികമായി ദൈവത്തിൻ്റെ തീരുമാനം ദൈവം നടത്തിയെടുക്കും. ഇപ്പോൾ ഒരു മനുഷ്യനെ വിളിക്കുകയാണ്, അബ്രഹാമിനെ ദൈവം അവനെ വിളിക്കുകയാണ്. യെശയ്യാ 59:2 ദൈവം അബ്രഹാമിനെ ഏകനായി വിളിച്ചു എന്നാണ് പറഞ്ഞു. അവനെ വിളിച്ച ശേഷം പക്ഷെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് ഈ വിളിയോടുള്ള തൻ്റെ പ്രതികരണം കാണാം. അനുസരിച്ച് പുറപ്പെട്ടു പോയി. എബ്രായ ലേഖനം 11:8 പറഞ്ഞു, വിശ്വാസത്താൽ അബ്രഹാം തനിക്കിത് അവകാശമായി നൽകുവാനിരിക്കുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാരെ എവിടേക്ക് പോകുന്നുവെന്നറിയാതെ ഇറങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ ആ തുടക്കത്തിൽ ആ യാത്രയെ നിയന്ത്രിച്ചത് പിതാവായ തേരഹർ. അത് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. തേരഹ് took Abraham his son. ആരെ വിളിച്ചത് അബ്രഹാമിനെ വിളിച്ച്. പക്ഷേ ഇവിടെ തീരുമാനമെടുത്ത് ലീഡ് ചെയ്യുന്നത് ആരാ? തേരഹ took Abram his son and Lot the son of Haran his grandson. ഇങ്ങനെ അവരങ്ങ് പുറപ്പെടുക. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഹാരാനിൽ വെച്ച് തേരഹ് മരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും അബ്രഹാം പ്രത്യക്ഷപ്പെടുകയാണ്. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെടുക 12-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ. വിളി വന്ന ഇതിനു മുമ്പാണ്. അത് നമുക്ക് അറിയുന്നത് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിലാണ്. ചരിത്രം പറയുമ്പോൾ സ്തേഫാനോസ് പറയുന്നുണ്ട്, നമ്മുടെ പിതാവായ അബ്രഹാമിനെ തേജോമനായ ദൈവം കൽദയരുടെ പട്ടണമായ ഊരിൽ വെച്ച് പ്രത്യക്ഷനായി. പക്ഷെ അതൊന്നും നമുക്കിവിടെ കാണുന്നില്ല. തേരഹ് യാത്ര മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ലോത്തിനെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പക്ഷേ അബ്രഹാമിനെ ആ ദൈവം വിളിച്ച്. ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ തീരുമാനങ്ങളുടെ മേൽ ആത്യന്തികമായി വിധി പറയുന്നത് ദൈവമാണ്.
മനുഷ്യനല്ല, ഒരധികാരിയുമല്ല. ഇതെന്തിനായി പഠിക്കുന്നത്? നമ്മൾ ഉറയ്ക്കാൻ വേണ്ടി ആത്മീയത്തിലും വിശ്വാസത്തിലും. ഏതെല്ലാം തലങ്ങളിൽ മനുഷ്യന് തീരുമാനം എടുക്കുവാനുള്ള അവകാശം ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്ക് അവസാനമായി വിധി പറയുന്നത് ദൈവം. അപ്പോൾ ലോകം പറയുന്ന ഏത് വിധികളെയും നമുക്ക് ആ നിലയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ യാക്കോബ് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, ഇസഹാക്ക് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ആരെ അനുഗ്രഹിക്കാനാ? ഏശാവിനെ അനുഗ്രഹിക്കണമെന്ന് അത് ആഗ്രഹം, അത് ന്യായമാണ് താനും. പക്ഷെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഉള്ളവൻ ഏശാവല്ല, യാക്കോബ. അതങ്ങനെ വരൂ. അതുപോലെ തന്നെ ഏശാവിന് ഇതുമൂലം തന്നെ എന്ത് സംഭവിച്ചു? യാക്കോബിനോട് ദോഷം ചെയ്യാനുള്ള നിലയിൽ തനിക്ക് വിരോധമുണ്ടായി. താൻ ഏശാവ് യാക്കോബ് വരുന്നുവെന്നറിഞ്ഞ് എതിരേൽക്കാൻ പുറപ്പെട്ടു. അവിടെയും അവിടെ തന്ത്രങ്ങൾ കാണിക്കുന്നുണ്ട് യാക്കോബ്, അല്ലേ? ആദ്യം ഒരു ചെറിയ കൂട്ടത്തെ വിട്ടു, പിന്നെ ഇവർ തന്നെ പല കൂട്ടമായി, പിന്നെ പല പല നിലകളിലാണ് ഇവനെ പ്രീതിപ്പെടുത്താൻ. എന്നാൽ ഇവൻ പ്രീതിപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ? ദൈവം അവൻ്റെ ഹൃദയത്തെ തിരിച്ചതാണ്. ഈ യാത്രയുടെ ഓട്ടത്തിൽ തന്നെ ഈ റിബേക്കയുടെ ലേയും സഹോദരിയായ റിബേക്കയും അവരുടെ പിതാവായ ലാബാൻ ഇവരെ പിന്തുടരുന്നുണ്ട്. അവിടെ വെച്ച് ലാബാൻ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ ദൈവം രാത്രിയിൽ എന്നോട് പറഞ്ഞു നീ യാക്കോബിനോട് ദോഷം ചെയ്യരുതെന്ന്. അപ്പൊ ഇയാള് ദോഷം ചെയ്യാൻ വേണ്ടി ഓടി വരികയാണ്. കാരണമുണ്ട്. ഒന്ന്, ഒളിച്ചോടിപ്പോയി, പിന്നെ വിഗ്രഹത്തെ മോഷ്ടിച്ചു എന്നൊക്കെയുള്ള ലീഗലായ കാരണങ്ങളുണ്ട്. പക്ഷെ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. രാത്രിയിൽ എന്ത് സംഭവിച്ചു? ലാബാനോട് പറഞ്ഞു യാക്കോബിനെ തൊട്ടു പോരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ തീരുമാനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അധികാരം തൻ്റെ ഹിതത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി താൻ അത് ചെലുത്തും. അപ്രകാരം മാത്രമേ സംഭവിക്കുകയുള്ളൂ കാര്യങ്ങൾ. നമുക്കറിയാം എന്തെല്ലാം അനുഭവത്തിലൂടെ ഫറവോനെ ദൈവം കടത്തിവിട്ടു ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കട്ടെ. ദൈവം ഒരു തീരുമാനമെടുത്താൽ, ദൈവം ഒരു ഇൻസ്ട്രക്ഷൻ തരികയാണെന്നിരിക്കട്ടെ, അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ദൈവം തന്നെ ഒരുക്കും. ഇവർ ഇറങ്ങിപ്പോരാൻ നേരം ഇവരോട് ദൈവം എന്താ പറഞ്ഞെന്നറിയാം? നിങ്ങൾ എന്ത് ചെയ്യണം? അതാ ഞാൻ പറയാൻ വന്നത്. അത് ഇവരിത് കൊടുത്തേ പറ്റൂ. കാരണം ദൈവം പറഞ്ഞ ഇവരെ കൊള്ളയിട്ടെന്ന് തന്നെ അവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ ആ ഭാഗം എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാനങ്ങ് പറയുക. ഇവരെ പോകാൻ നേരം ഇത്രയും കാലത്തെ അടിമവേലയുടെ കൂലി മേടിച്ചോണ്ടാണ് പോയത്. അത് ദൈവം കൊടുപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ തീരുമാനം, മനുഷ്യൻ്റെ തീരുമാനങ്ങളുടെ മേൽ പരമാധികാരം, ദൈവത്തിൻ്റെ പരമാധികാരം മനുഷ്യൻ്റെ തീരുമാനങ്ങളുടെ മേലുണ്ടെന്നുള്ളത് അത് നമ്മളെ വളരെ ധൈര്യപ്പെടുത്തുകയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന ചിന്തയാണ്. ഓക്കെ, അത് നമുക്ക് വീട്ടിൽ പോയി നിങ്ങൾ വായിക്കുക, അതുണ്ട്. ഞാൻ അതിൻ്റെ റെഫറൻസ് യഥാർത്ഥത്തിൽ മറന്നുപോയി. മറ്റൊരു കാര്യം നമുക്കറിയാം, ബാലാക്ക് എന്നുള്ള ആ രാജാവ് ബിലയാം പ്രവാചകനെ, ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി വിളിക്കുന്നു. അവൻ എന്ത് ചെയ്തിട്ടും നടക്കത്തില്ല, ശാപം ഏക്കത്തില്ല. കാരണം എന്താ? അവൻ്റെ അവൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. അതങ്ങനെ വരൂ. നമുക്കറിയാം മൊർദെഖായ്ക്കെതിരെ വലിയൊരു കഴുമരം ഹാമാൻ ഉയർത്തി. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയമാണ് ആത്യന്തികമായി അവിടെ നടന്നത്. നമുക്കറിയാം പ്രവാചകനായ യോനെ ദൈവം അയക്കുകയാണ്. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊരു കഥ പോലെ നമ്മൾ കേൾക്കുകയല്ല. ഈ ഉദാഹരണങ്ങളിലൂടെ ദൈവം തൻ്റെ അധികാരം അവിടെ എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകനായ യോനയെ ദൈവം അയക്കുക. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദീർഘക്ഷമയും ദൈവത്തിന് ആ മനുഷ്യനോടുള്ള ദയമൊക്കെ നമുക്ക് വീണ്ടും കാണാം. യോനയല്ല, യോനെ പോലെ 1000 യോനമാർ ദൈവത്തിനുണ്ട്. പക്ഷെ അവനെ കൊണ്ട് ചെയ്തെടുക്കണമെന്നൊരു തീരുമാനം എടുത്താൽ അത് അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കും ദൈവം. അത് ഏതെല്ലാം കഷ്ടത്തിലൂടെ ആ മനുഷ്യനെ കടത്തി വിട്ടിട്ടാണെങ്കിലും ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്ന് ഏത് ഉദ്ദേശത്തിനായി അവനെ ദൈവം തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചോ അത് ദൈവം നിവർത്തിച്ചു. സ്തോത്രം. പക്ഷെ ആ മനുഷ്യൻ മാറിയില്ല എന്നുള്ളത് എൻ്റെ രസം.
അവസാനം വരെ റിബല്യസ് നേച്ചർ അവൻ കാണിച്ചു. യോനയുടെ പ്രവചന പുസ്തകം നോക്കിക്കേ, അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവം അവരോട് ക്ഷമിച്ചു, ഒന്നും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിക്കുക, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇതല്ലയോ ഞാൻ നിന്നോട് പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ തർശീസിലോട്ട് പോയത്. കാരണം നീ ക്ഷമ കാണിക്കുന്ന ദൈവമാണെന്ന് എനിക്കറിയാം. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയം അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ അടുത്ത അതിനെക്കാട്ട് രസം, നീ എന്നെ അങ്ങ് എടുത്തോളണേ, എനിക്കിത് ഇവർ ജീവിച്ചിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ ദൈവം ചോദിക്കുകയാണേ, ഇതാരാ ഈ ദൈവം? ചെറിയ വല്ല ദൈവമാണോ? ദൈവം സിമ്പിളായി ചോദിക്കും, നീ കോപിക്കുന്നത് വിഹിതമാണോ? അപ്പോൾ യോന പറയുക, ജീവപര്യന്തം ഞാൻ കോപിക്കുന്നത് വിഹിതമാണ്. മരിച്ചാ കൊള്ളാം, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചാൽ അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. അതുകൊണ്ട് അദ്ദേഹം ഇതാരാ എഴുതിയത്? യോന തന്നെ എഴുതിയതായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം അവിടെ അവസാനിക്കുക. പക്ഷെങ്കിൽ അവിടെയും ദൈവം തൻ്റെ ഹിതം ആ മനുഷ്യരിലൂടെ നിവർത്തിച്ചു എന്നുള്ളതാണ് നാം കാണുന്നത്. മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഹി വാസ് സ്ലോ ഓഫ് സ്പീച്ച്. തടിച്ച നാവ് നാം മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. വിക്കുള്ളവനായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മിടുക്കനായ അഹരോനിൽ അല്ലായിരുന്നു. ദൈവം തെരഞ്ഞെടുത്തത് മോശയാണ്. ആ മനുഷ്യൻ ഭൂമിയിൽ എല്ലാവരെക്കാളും സൗമ്യതയുള്ളവനായിരുന്നു എന്ന് വചനം തന്നെ സാക്ഷ്യം പറയുന്നു. ആൻഡ് ഹി വാസ് സ്ലോ ഓഫ് സ്പീച്ച്. പക്ഷെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദേശത്ത് കയറാതിരിക്കാനുള്ള കാരണം എന്താ അറിയാമോ? വൺസ് he said a hasty word. ഒറിജിനലി പുള്ളി എന്താ സ്ലോ ഓഫ് സ്പീച്ചാ. പക്ഷെ ഒരിടത്ത് പുള്ളി എന്ത് ചെയ്തു? ഇച്ചിരി ഫാസ്റ്റായിട്ട് അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? പ്രോമിസ് ലാൻഡിൽ കയറാൻ പറ്റിയില്ല. എന്നാൽ വേറൊരു മനുഷ്യൻ, ഏലിയാവ്, പിറുവിറുപ്പിൻ്റെ ഏറ്റവും വലിയ പിറുവിറുപ്പാണ് താൻ ചെയ്തത്. യോന പിറുവിറുത്തതുപോലെയും ഒക്കെയാണ് താൻ ചെയ്തതെങ്കിലും, ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നല്ലവനല്ല, എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ അവനെക്കുറിച്ചുള്ള ഉദ്ദേശം മറ്റൊന്നാ. മരണം കൂടാതെ ആ മനുഷ്യനെ ദൈവം എടുത്തു. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിനേക്കാൾ ഉന്നതമാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ നാം പിറുവിറുക്കണമെന്നൊന്നും അല്ല അതിൻ്റെ ആത്യന്തികമായ അർത്ഥം. നാം പിറുവിറുക്കുമ്പോഴും നമ്മോട് കരുണയോടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ ദൈവം പരമാധികാരിയാണെന്നുള്ള ഈ ചിന്ത നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് സ്ഥിരത വരുത്തുന്ന ഒരു ചിന്തയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മളത് റിപ്പീറ്റഡായിട്ട് കേട്ടു. 2 പണികളെക്കുറിച്ച് നമുക്കത് കാണാം. ആഴത്തിൽ പാറമേൽ അടിസ്ഥാനമിട്ട ഉള്ള പണി. ഈ കാലം ഇങ്ങനെയുള്ള പണിയിലുള്ളവർക്ക് മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ. പാറ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊരിന്ത ലേഖനത്തിൽ അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയാത്ത ഒരു പണിയും നിൽക്കില്ല. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ പരിജ്ഞാനം, പത്രോസിൻ്റെ ലേഖനത്തിൽ 16 പ്രാവശ്യത്തോളം പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് നോളജ് എന്നുള്ള പദം, പരിജ്ഞാനം. ആ പരിജ്ഞാനം നമ്മിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ നമ്മെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള ആ തിരിച്ചറിവ് നമുക്കുണ്ടാകത്തുള്ളൂ. ആ തിരിച്ചറിവിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ അന്തരം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയുള്ള ഒരു അന്തരം നമുക്കത് ലഭിക്കും. നമ്മൾ എത്ര ലോ ആണെന്നും ദൈവം എത്ര ഉന്നതനാണെന്നുമുള്ള ആ അന്തരം നമുക്ക് ലഭിക്കും. അവിടെയാണ് ആരാധന ഉയരുന്നത്. അവിടെയാണ് നമുക്ക് ദൈവത്തോടുള്ള ഭക്തി വർദ്ധിക്കുന്നത്. The more we know God, the more genuine our worship will be.
നാം എത്രയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിക്കുന്നോ അത്രയും നമ്മുടെ ആരാധന വർദ്ധിക്കും. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ ആരാധന എന്നുള്ളത് ഒരു മാനിപ്പുലേഷനായിട്ട് വന്നേക്കുകയാണ്. പ്രിയമുള്ളവരെ, അതൊന്നും ദൈവത്തിന് പ്രസാദമല്ല. നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവത്തോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാധന. ദൈവത്തിന് സ്വീകാര്യമായ, ദൈവത്തിന് പ്രസാദകരമായ, ദൈവം ദൃഷ്ടി വെക്കുന്ന, ദൂതന്മാർ ഉറ്റുനോക്കുന്ന ആരാധന എന്നുള്ളത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നാം അവൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു സ്തോത്രം, ഒരു പാട്ട്, നാം കൊടുക്കുന്നത്, നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിനെ ശുശ്രൂഷിക്കുമ്പോഴെല്ലാം ദൈവത്തോടുള്ള ആരാധനയിലാണെങ്കിൽ ദൈവത്തിനത് പ്രസാദമാണ്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവം ആരാണെന്നും ഞാൻ ആരാണെന്നുമുള്ള തിരിച്ചറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം എത്രയും വർദ്ധിക്കുന്നോ അത് നമ്മെ അവിടുത്തെ സന്നിധിയിൽ കൂടുതൽ ആരാധനയുള്ളവരാക്കി മാറ്റും. കാരണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെയാണ്. ഉദാഹരണങ്ങൾ പലതുണ്ട്. നമുക്കറിയാം, ഈ പത്രോസിൻ്റെ പടക് കർത്താവ് കടമെടുത്ത് ലൂക്കോസ് 5 നമുക്കത് കാണാം. അതിനു മുമ്പേ ഒരു എൻകൗണ്ടർ ഉണ്ടായതാ. അന്ത്രയോസ് പത്രോസിനെ വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് പോയി. അന്ന് കർത്താവ് പറഞ്ഞു, നീ ബർയോവന ശിമോനാണ്, നീ പത്രോസാകുന്നു. പത്രോസാണെന്ന് പറഞ്ഞ് അവൻ്റെ പേരൊക്കെ മാറ്റിയപ്പോൾ ഒരു റെസ്പോൺസ് നമുക്കവിടെ കാണുന്നില്ല. പിന്നെ രണ്ടാമത്തെ എൻകൗണ്ടർ ഇത്. ആ മനുഷ്യൻ അർദ്ധരാത്രിയിൽ വല വീശി ഒന്നും കിട്ടാതെ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ കർത്താവിനോട് പറയുകയാണ്, ആ പടക് അല്പം കരയിൽ നിന്ന് നീക്കണം. അങ്ങനെയല്ലേ പറഞ്ഞു? ആ പടകൾ ശിമോനുള്ളത് ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്നവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഈ പുരുഷാരത്തിൽ ഒറ്റ ഒരെണ്ണത്തിന് മാറ്റം വന്നില്ല. അത് വന്നതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ മാറ്റം വന്നത് ഈ മനുഷ്യനാണ്, പത്രോസിനാണ്. അപ്പം എന്തായിരിക്കും കർത്താവ്? കാരണം അതിനകത്ത് വിഷയം എന്നറിയോ? 8-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ അവൻ പറയുക, ഞാൻ പാപിയായ മനുഷ്യൻ, go away from me because I am a sinful man. ഇങ്ങനെ ഒരു രൂപാന്തരം ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ എന്തായിരിക്കാം കർത്താവ് അവിടെ പറഞ്ഞേ? അത്ഭുതം കണ്ടുകൊണ്ട് ഒരുത്തനും പറയത്തില്ല ഞാൻ പാപിയാണ്. അത്ഭുതം ഇല്ലെന്നല്ല പറഞ്ഞേ, അത്ഭുതം കണ്ട് ഒരുവനും പറയുന്നില്ല ഞാൻ പാപിയാണെന്ന് പറയുന്നില്ല. ദൈവം ആരാണെന്നുള്ളൊരു തിരിച്ചറിവ്, ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടായപ്പോൾ അവൻ പറയാം, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ, എന്നെ വിട്ട്. അവനെന്താ കർത്താവ് എന്തിനാ പോകുന്നേ? മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല, അവൻ പരിശുദ്ധനാണെന്നുള്ള തിരിച്ചറിവ്. ഏതാ പറഞ്ഞേ? ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ പത്രോസ് പറയുക, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഈ ദൈവവചനം പഠിക്കുന്നതൊന്നും വൃഥാവല്ല. ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അത് വളർച്ചയ്ക്ക് കാരണമാകും. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക, ക്രിസ്തുവിൻ്റെ അനുരൂപതയിലേക്കുള്ള വളർച്ചയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. സോ ലൂക്ക് 5:8 പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വിൽ ഹെൽപ്പ് us to see ourselves എന്ന് പറഞ്ഞാൽ പത്രോസിന് കർത്താവിൻ്റെ സാമീപ്യത്തിൽ അവനെ തന്നെ കാണുവാൻ ഇടയാക്കി. ഇവിടെയാണ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദൈവത്തിൻ്റെ വെളിപ്പാട് 2 നിലകളിലാണ് നാം കാണുന്നത്. സാർവത്രികമായ ഒരു വെളിപ്പാടുണ്ട്, യൂണിവേഴ്സൽ റെവലേഷൻ. അതാണ് 19-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമർ 1 പറഞ്ഞിട്ടുണ്ട്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളിലൂടെയുള്ള ദൈവിക വെളിപ്പാട്. ഈ സൃഷ്ടികളിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് കണ്ടിട്ട് ഒരാൾ പറയണം, ഒരു ദൈവമുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. എന്നാൽ ഈ ഒരു വെളിപ്പാട് ഉണ്ടായിട്ടും
ദൈവത്തെ, അതാണ് 1:21 റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അതിന് മുമ്പേ 20-ാം വാക്യം, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടിക്ക മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ, ചുറ്റുപാടുകൾ ഇറങ്ങുമ്പോൾ അവൻ്റെ പ്രവൃത്തികൾ കാണാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജീവനോട് ദൈവമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെളിവാക്കി തന്നിരിക്കുക. പക്ഷേ അത് വെളിപ്പെട്ട് വരുന്നു. പക്ഷേ അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ട, അത് എനിക്ക് ദൈവം ഉണ്ടെന്നൊരു അറിവില്ലായിരുന്നു എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യന് കഴിയത്തില്ല, നിരീശ്വരവാദിക്കും കഴിയത്തില്ല. ദൈവം ഉണ്ട്. പക്ഷെ അവർ ദൈവത്തെ അറിഞ്ഞിട്ട് അവനെ ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. യൂണിവേഴ്സൽ റെവലേഷൻ, ദൈവം ഉണ്ടെന്നുള്ളൊരു വെളിപ്പാട്. പക്ഷേ യൂണിവേഴ്സൽ റെവലേഷൻ കണ്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷിക്കപ്പെടുന്നതിനൊരു സ്പെഷ്യൽ റെവലേഷൻ വേണം. അത് വ്യക്തിപരമായി ദൈവം വെളിപ്പെടുത്തി തരും തൻ്റെ ആത്മാവിനാൽ. എങ്കിൽ മാത്രമേ ഹൃദയം തുറന്ന് ഈ തിരുവെഴുത്ത് സ്വീകരിപ്പാൻ അവന് കഴിയുള്ളൂ. അത് നമുക്ക് ലഭിച്ചു ഭാഗ്യവശാൽ. ഇത് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം യൂണിവേഴ്സൽ റെവല്യൂഷനോടെ ആരും രക്ഷിക്കപ്പെടുന്നില്ല, ആരും ഒരിക്കൽ പോലും സംഭവിക്കത്തില്ല. ദൈവം ഉണ്ട് എന്നുള്ള വെളിപ്പാടിലൂടെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. ദൈവബോധമുള്ളവരായി ജീവിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ദൈവബോധമുള്ളവർ ആണ് ഭൂരിപക്ഷവും. അത് മറ്റു മതങ്ങളിലാണെങ്കിലും ദൈവം എന്നുള്ള ബോധം കൊണ്ടുണ്ടല്ലേ ആ മതങ്ങളൊക്കെ നിൽക്കുന്നത് തന്നെ. ഇവിടെയാണ് ദൈവബോധം കുറഞ്ഞു വരികയാണ്. ക്രിസ്ത്യാനിത്വം കുറയുന്നത് പോലെ തന്നെ ദൈവബോധമുള്ളവരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ. പക്ഷെ നമ്മുടെ രാജ്യം അങ്ങനെയല്ല. നമ്മുടെ രാജ്യം ദൈവബോധമുണ്ട്, പക്ഷെ അതുകൊണ്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷിക്കപ്പെടുന്നതിന് തിരുവെഴുത്തിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ വെളിപ്പാടായ ക്രിസ്തുവിലൂടെയുള്ള രക്ഷണ്യ പദ്ധതി അവൻ അറിയുകയും വിശ്വസിക്കുകയും വേണം. ഏക മാർഗം ക്രിസ്തു മാത്രമാണ്. ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ്. ആ തിരുവെഴുത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഈ പരിജ്ഞാനം പ്രാപിക്കുന്നത് തിരുവെഴുത്തിലൂടെയാണ്. ഇങ്ങനെ പറയാം, കർത്താവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ കർത്താവ് ദൃശ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ തമ്പുരാനാണ് അവന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൃശ്യരൂപത്തിലുള്ള ദൈവിക വെളിപ്പാടാണ്. അതിൽ നമ്മൾ ആദ്യം വായിച്ചത്, ധന്യനായ ഏകാധിപതി രാജാതിരാജ കർത്താവ് കർത്താവ് താൻ മാത്രം അമർത്യതയുള്ളവൻ മനുഷ്യരാരും കാണാത്തവൻ. അപ്പോൾ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണല്ലോ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവിക വെളിപ്പാട് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ദൃശ്യരൂപത്തിലുള്ള ദൈവിക വെളിപ്പാടാണ് യേശു ക്രിസ്തു. ലിഖിത രൂപത്തിലുള്ള എഴുത്തു രൂപത്തിലുള്ള ദൈവിക വെളിപ്പാടാണ് തിരുവെഴുത്ത്. ദൈവത്തിൻ്റെ തിരുഹൃദയമാണ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതല്ല എഴുതുന്നത്. ഒരു എഴുത്ത് എഴുതുമ്പോൾ അത് തന്നെയാണ് ഈ തിരുവെഴുത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ തിരുവെഴുത്തിന് ദൈവത്തോളം വലുപ്പമുണ്ടെന്ന് ദൈവദാസന്മാർ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ വെളിപ്പാടാണ്. ദൈവിക വെളിപ്പാട് ലിഖിത രൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ തിരുവെഴുത്ത്. ഇത് മറ്റ് പുസ്തകം പോലെ അല്ല. അതുകൊണ്ടാണ് 89-ാം സങ്കീർത്തനം 34-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ആധരത്തിൽ നിന്ന് പുറപ്പെടുന്നതിനെ മാറ്റി പറയത്തില്ല. എത്ര വിശ്വസ്തനായ ദൈവമാണ്! എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവൻ നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കത്തില്ല, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ തിരുവെഴുത്ത്. ഇതിന് ഭേദം വരുത്തത്തില്ല, ദൈവം വരുത്തത്തില്ല. സ്തോത്രം. മുന്നോട്ട് പോകുമ്പോൾ സർവശക്തനായ കർത്താവ് സകലത്തിന്മേലും വാഴുന്നു. അവൻ്റെ ഭരണം നിർജീവ വസ്തുക്കളിന്മേലും സകല സൃഷ്ടികളിന്മേലും ദൂതന്മാരുടെ മേലും പിശാചിൻ്റെ മേലും അവൻ വാഴുക. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. പക്ഷെ അവൻ്റെ മേലും അധികാരമുള്ളവൻ നാം പിതാവേ എന്ന് വിളിക്കുന്ന
പരമാധികാരിയായ ദൈവം തന്നെയാണ്. ദൈവം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ മേൽ ഇടപെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തൻ്റെ ഹിതം നിവർത്തിക്കാൻ വേണ്ടിയാണ്. തനിക്ക് ബോധിച്ചതുപോലെ താൻ ചെയ്യുന്നു. അവിടുന്ന് സകലത്തിൻ്റെ മേലും നിയന്ത്രണവും ഭരണവും ഉള്ളവനാണ്. അവനോട് തുല്യൻ ആരുമില്ല. എനിക്ക് തോന്നുന്നതല്ല, നമ്മൾ ദൂതന്മാരുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം നാം ചിന്തിച്ച് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ രക്ഷയും എന്നുള്ള വിഷയം തുടരാം. അത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വം കൂടെ നാം ചിന്തിക്കും. എങ്കിൽ മാത്രമേ ആ പഠനം ബാലൻസ്ഡ് ആകത്തുള്ളൂ. ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ രക്ഷയും. തിമോത്തിയോസിന് 1:2 എഴുതിയിരിക്കുന്നത്, അതെ, അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. Says who desires all men to be saved. തൻ്റെ ഡിസയറാണ്. and to come to the knowledge of truth. പക്ഷെ അവിടെ ചോദ്യം എല്ലാവരും രക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് കാരണം എന്താ എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ്, that all men to be saved and to come to the knowledge of truth. But he does not save all. And why not? ഒരു ദുരുപദേശമുണ്ട്, യൂണിവേഴ്സലിസമാണ് അതിന് പറയുന്നത്. ആത്യന്തികമായി ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആത്യന്തികമായി ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നു. നരകമില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മളിവിടുത്തെ ഒരു ഫേമസ് ആയ ന്യൂറോ സർജനായ ബെൻ കാഴ്സൺ വിശ്വസിക്കുന്ന നരകമില്ല, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളങ്ങ് ഒബ്ലിവൻ, ഒന്നുമില്ലാതായി മാറും എന്നാണ്. ഫേമസ് ന്യൂറോ സർജനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം തെറ്റാണ്. അപ്പോൾ നരകമുണ്ട്, ശിക്ഷാവിധിയുണ്ട്, സ്വർഗമുണ്ട്, മനുഷ്യന് രക്ഷ ആവശ്യമാണ്, ദൈവം രക്ഷയ്ക്കായി മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, മാർഗം ഒരുക്കിയിട്ടുണ്ട്. ദൈവം രക്ഷിക്കുന്നു. ആരാ രക്ഷിക്കുന്നേ? ഗോഡ് സേവ്സ്. അങ്ങനെ വേണം നാം മനസ്സിലാക്കാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം എല്ലാവരെയും രക്ഷിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മെ രക്ഷിച്ചത്? നാം ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, ഞാൻ കേട്ട വചനം വിശ്വസിച്ച് ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണോ നടന്നേ? അല്ല, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു എഫർട്ടിൽ നമ്മൾ കർത്താവിനെ ഇങ്ങനെ എടുത്തു എന്നുള്ള കാര്യം ആണ് വരുന്നത്. നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ കർത്താവാണ് നമ്മെ രക്ഷിച്ചത്. കർത്താവ് നമ്മെ രക്ഷിച്ചു. രക്ഷയ്ക്കുള്ള ഏക കാരണം കർത്താവാണ്. രക്ഷയുടെ പ്രൊവിഷൻ ഒരുക്കിയത് ദൈവമാണ് പുത്രനിലൂടെ. രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല. ഞാൻ വചനം കേട്ടു, അത് വിശ്വസിക്കാൻ തക്കോണം എനിക്ക് കഴിഞ്ഞു, ഞാൻ വിശ്വാസത്തിൻ്റെ വാചകങ്ങൾ ഏറ്റു പറഞ്ഞു, ദൈവസേന എന്നെ തന്നെ സമർപ്പിച്ചു, അത് വിവിധ നിലകളിലാണ് നടക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നിലെ കാര്യം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് നാം മനസ്സിലാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാകുമ്പോൾ മാത്രമേ ദൈവത്തെ ഉള്ളതുപോലെ നമുക്ക് സ്തുതിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവദാസന്മാരൊക്കെ സ്തുതിക്കുവാൻ തക്കവണ്ണം ആദ്യത്തെ റീസൺ പറയുന്നത്, നമ്മുടെ രക്ഷയെ ചൊല്ലി സ്തുതിക്കാൻ പറയുന്നതാണ്. ഒന്ന്, ദൈവം ആരാണെന്നോർത്ത് ദൈവത്തെ നമസ്കരിക്കുക. അതാണ് അതിന് പറയുന്നത്. ദൈവം ആരാണെന്നോർത്ത് ദൈവത്തെ നമസ്കരിക്കണം. 2, ദൈവം നമ്മോട് കാട്ടിയ ദൈവത്തിൻ്റെ ആ രക്ഷ, അതാണ്. അതിൽ കൂടുതൽ ഒരു അനുഗ്രഹമില്ല. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അപ്പോൾ മനുഷ്യന് അവനൊരു റോബോട്ടല്ല, അവന് ഫ്രീ വില്ലുണ്ട്. ഫ്രീ വില്ലെന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്ര ഇച്ഛ, തീരുമാനമെടുക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ ആ തീരുമാനമെടുക്കാനുള്ള ശക്തിയിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാൻ സാധിക്കുമോ? ഞാൻ ഇന്ന് മുതൽ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റും, പോവുകയാണ്, ഞാൻ കർത്താവിനെ അംഗീകരിക്കുകയാണ്,
ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുകയാണ് എന്നുള്ള നിലയിൽ പാപിയായി ജീവിക്കുന്ന ഒരു മനുഷ്യന് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. കാരണം അവൻ്റെ ഫ്രീ വില്ല് തന്നെയാണ് അവൻ്റെ പ്രശ്നം. അവൻ്റെ ഫ്രീ വിൽ എന്തുകൊണ്ട് അവന് പ്രശ്നമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിരിക്കുന്ന അവസ്ഥയിലാണ് അവർ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് തന്നെ. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ റോമാലേഖനം ഒന്ന് വായിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. ഗ്രഹിക്കുന്നവൻ ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളതായി തീർന്നു. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തം പോലുമില്ല. താഴോട്ട് ആ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത, ദൈവത്തെ അറിയാത്ത, പാപത്തിൽ തുടരുന്ന നമ്മുടെ പഴയകാല ജീവിതത്തിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ദൈവഭയം ഇല്ലാത്ത അവസ്ഥ. എഫേസ്യർ 2-ാം അധ്യായം കൂടി ഇതിനോട് ചേർത്ത് പഠിക്കണം, അത് വായിക്കണം. കൊലോസ്യ ലേഖനം കൂടെ വായിക്കണം, 2-ാം അധ്യായം തന്നെ. ഇവിടെ എല്ലാം നമ്മുടെ പഴയകാല ജീവിതം എഴുതി വെച്ചേക്കുക. നമ്മുടെ ഫ്രീ വില്ലിലാണ് നമ്മൾ ജീവിച്ചത്, നമ്മുടെ സ്വതന്ത്ര ഇച്ഛയിലാണ് നാം ജീവിച്ചത്. പക്ഷെ അവിടെ എങ്ങും ക്രിസ്തുവിനായി നാം സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ പ്രകൃതത്തിന് വിധേയമാണ് നമ്മുടെ ഫ്രീ വില്ല്. പാപപ്രകൃതത്തിന് വിധേയമാണ് നമ്മുടെ ഫ്രീ വിൽ. അതുകൊണ്ടാണ് പാപകരമായ ചിന്തകളും ആത്യന്തികമായ പാപകരമായ ദൈവ ഇഷ്ടമില്ലാത്ത ചിന്തകളും തീരുമാനങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ്റെ ചിന്തകൾ എപ്പോഴും അങ്ങനെ, അവൻ എത്ര നല്ലവനെന്ന് ജനം പറഞ്ഞാലും. ഈ ഹിമാലയ സാനുക്കളിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കുകയല്ല, തപസ്സിരിക്കുന്ന ആളുകളുണ്ട്. നമ്മേക്കാൾ ചാരിറ്റി ചെയ്യുന്ന ഗുജറാത്തികളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ദേവദാസൻ ഗുജറാത്തിൽ നിന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ ഗാവിൽ $62 ലക്ഷം മുടക്കി ഒരു പാസ്റ്ററിന് ഒരു ഗുജറാത്തി പട്ടേൽ വീട് വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു കോൺട്രാക്ടർ. അപ്പോൾ നമ്മൾ പറയത്തില്ല, ഇവിടെ അങ്ങനെ ഇത്രയും ചെയ്തിട്ട് അങ്ങനെ സ്വർഗത്തിൽ പോകത്തില്ലേ? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലേ? പോകത്തില്ലെന്ന് വചനം പറയുക. എത്ര ദാനധർമ്മം ചെയ്താലും. ആ ദേവദാസനോട് പറഞ്ഞതാ, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാ. 62 ലക്ഷം ആരാ പ്രിയമുള്ളവരെ മുടക്കുന്നേ? ഒന്നാമത് വേണ്ടേ? ഇനി ഉണ്ടേ തന്നെ നമുക്ക് മുടക്കണമെങ്കിൽ അല്ലേ? അപ്പൊ ഈ ഒരു കോൺട്രാക്ടർ 62 ലക്ഷം മുടക്കി ഒരു പാസ്റ്ററിന് വീടിൽ നിന്ന് പറഞ്ഞ് വീട് വെച്ച് കൊടുത്തെങ്കിൽ അയാൾ നല്ല മനുഷ്യനല്ലേ? മനുഷ്യന്റെ നോട്ടത്തിൽ നല്ല മനുഷ്യൻ തന്നെയാ. പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, വചനം പറയുന്നു, ക്രിസ്തു ഇല്ലെങ്കിൽ നിത്യ മരണത്തിന് വിധേയനാണ് എത്ര ദാനധർമ്മിയാണെങ്കിലും. അപ്പൊ ദാനധർമ്മികളായി സ്വതവേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടോ ഒക്കെ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദേവാസം പറഞ്ഞില്ലേ, നരകത്തിനും എന്തുണ്ട്, ശിക്ഷാവിധിക്കും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മുടെ ശിക്ഷാവിധി ഒഴിഞ്ഞു പോകാനുള്ള ഏക കാരണം നമ്മുടെ പ്രവർത്തനം കാരണമല്ല, നാം ക്രിസ്തുവിലാണെന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഏക കാരണം. അതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ താൽക്കാലികമായ ജീവിതത്തിൽ നമ്മുടെ ഭാഗ്യം അതാണ്. എനിക്ക് ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞു. ബാക്കിയെല്ലാം ദൈവം അനുവദിച്ച് നമുക്ക് തരുന്ന സൗകര്യങ്ങളായിരിക്കാം. അതൊക്കെ ദൈവഹിതപ്രകാരം വിനിയോഗിക്കാൻ ഒരു ഭക്തന് കഴിയണം. കാരണം കണക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കണം. പക്ഷെ ദാനധർമ്മം കൊണ്ടോ, ചാരിറ്റി കൊണ്ടോ, നല്ല ജീവിതം കൊണ്ടോ, പ്രവർത്തനങ്ങൾ കൊണ്ടോ, ആരെയും ഉപദ്രവിക്കാത്തത് കൊണ്ടോ ഒന്നും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഭൂമിക്ക് മേലെ ആകാശത്തിന് കീഴിൽ നൽകിയിരിക്കുന്ന ഏക മാർഗം അത് ക്രിസ്തു മാത്രമാണ്. ഇതിനകത്തൊരു ദൈവ പൈതൽ ഉറക്കണം. എങ്കിൽ മാത്രമേ ബോൾഡായിട്ടൊരു മനുഷ്യനോട് ഇത് പറയാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെ കണ്ടു. ആ സഹോദരിയെ കണ്ടപ്പോൾ ചോദിച്ചു, മലയാളിയാണോ? മലയാളിയാണ്. കാരണം പുള്ളിക്കാരി കേറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ്. വീട്ടിൽ കേറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ബിസിനസ് ഇത് ചെയ്യണം. അതിനുവേണ്ടി മലയാളിയാണെന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ പാലപ്പം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും, ലഞ്ച് ഉണ്ടാക്കി കൊടുക്കും. ഞാനൊരു പാസ്റ്ററാണ്. നിങ്ങളുടെ ചർച്ചിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നോട് പറഞ്ഞാൽ അത് ഞാൻ ചെയ്തു തരാം.
ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത്. നാട്ടിൽ കൊല്ലത്ത് പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സഭാഹോളിനടുത്ത് താമസിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ക്രിസ്തു ഉണ്ടോ എന്നുള്ളതാ ചോദ്യം. സഭാഹോളിനകത്ത് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ക്രിസ്തു ഉണ്ടോ? ഡാളസിലൊരു എൻ്റെ ഒരു സുഹൃത്തായ പാസ്റ്റർക്ക് ഈ ട്രാക്റ്റ് കൊടുത്ത് ഒരു വെള്ളക്കാരൻ പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കൊടുത്തു. അപ്പോൾ അയാൾ അഭിമാനത്തോടെ പറഞ്ഞു, ഐ ആം എ പാസ്റ്റർ. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ആസ്ക്ഡ്. ക്രിസ്തു ഉണ്ടോ എന്നാ ചോദ്യം. നിങ്ങൾ പാസ്റ്റാന്നോ അല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? നിങ്ങൾക്ക് നിത്യജീവനുണ്ടോ? ഉറപ്പുണ്ടോ? ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് വരുത്തണം. അല്ലാതെ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർമാരെന്തോ പറയും, ഇദ്ദേഹം ഇപ്പോൾ അവിടെ ആണ്. പുള്ളി ജീവിച്ചിരുന്നപ്പോൾ പുള്ളിക്ക് ഉറപ്പില്ലായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല. അഷുറൻസ് ഓഫ് സാൽവേഷൻ ഏതോ ഇസത്തിൻ്റെ ഉപദേശമാണെന്നാ പലരും വിചാരിക്കുന്നത്. അതല്ല, വചനം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ കടന്നാൽ, ആത്മാവ് എന്നോട് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്, നീ ഒരു ദൈവ പൈതലാ. ഇതില്ലേ? ഈ ഉറപ്പില്ലേ? മരിക്കുമ്പോൾ വല്ലവരെ കുറിച്ചും പറയിക്കുന്നതാണോ ഇത്? ഈ അച്ചാൻ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അച്ചാൻ ജീവിച്ചിരിക്കുമ്പോൾ യാതൊരു ഉറപ്പില്ല. അച്ചാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ രക്ഷിക്കപ്പെട്ടതാന്ന് പറയും. പക്ഷെ ഇന്ന് മരിച്ചാൽ, ഇപ്പോ മരിച്ചാ എവിടെ പോവും? എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഉറപ്പ് തരുന്നുണ്ട് ദൈവവചനം. അത് വ്യക്തിപരമായ ഉറപ്പാണ്. പക്ഷെ വ്യക്തിപരമായ ഉറപ്പാണ്. ദാറ്റ് അഷ്വറൻസ് ഈസ് ഇൻഡിവിജ്വൽ. നോട്ട് ബിക്കോസ് എനിത്തിങ് ദാറ്റ് ഐ ഹാവ് ഡൺ. എൻ്റെ ജീവിതമല്ല, എൻ്റെ പ്രവൃത്തികളല്ല, ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ എനിക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ്. അതെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവ്. ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ ഒരു ദൈവ പൈതലാണ്. വചനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ടല്ലോ അത്. ആത്മാവ് താനും ആത്മാവോട് എന്തോ പറയും? സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ആത്മാവ് ഇത് മാത്രമല്ല സാക്ഷ്യം പറയുന്നേ, നമ്മളെ വിലക്കും. കഴിഞ്ഞ ദിവസം കർത്താവദാസൻ പറഞ്ഞ പോലെ നമ്മളെ ഉപദേശിക്കും, പോകരുതെന്ന് പറയും, പോകണമെന്ന് പറയും. ഇതെല്ലാം ആത്മാവ് തരുന്നു. അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മാവ്. അതാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരും നമ്മളെ ഉപദേശിക്കേണ്ട കാര്യമില്ല, ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. ഇന്നത് ചെയ്യ്. പൗലോസിൻ്റെ അടുത്തേക്ക് പോയി ഒരു പ്രവാചകൻ പറയാണ്, ഈ അരക്കച്ചയുടെ ഉടമയെ എന്ത് ചെയ്യും? ഇതുപോലെ കേട്ടും. പക്ഷെ പോകണമെന്നോ പോകരുതെന്നോ ആ പ്രവാചകൻ പറഞ്ഞില്ല. എന്താണെന്നറിയാമോ? പുള്ളിയിൽ ആത്മാവുണ്ടല്ലോ. പുള്ളി പോകാൻ തക്കണം തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ വാണിംഗ് കൊടുക്കുകയാണ്, നിനക്ക് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതായി വരും. അത് ആത്മാവ് തീർച്ചയായിട്ടും ചെയ്യും, മറ്റൊരാൾ കൂടെ ചെയ്യും, പ്രവാചകന്മാരോട് ചെയ്യും. പക്ഷെ ഒരു തീരുമാനത്തിന് നാം ദൈവസേനയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് തന്നെ നമ്മെ സഹായിക്കും. ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. അതല്ല, ആത്മാവ് ഒരിക്കലും ഈ തിരുവെഴുത്ത് ആത്മാവ് എഴുതിയ തിരുവെഴുത്തിന് വിരുദ്ധമായ ആത്മാവ് നമ്മോട് സംസാരിക്കൂ? ഒരിക്കലും ചെയ്യത്തില്ല. അപ്പോൾ ആത്മാവിൻ്റെ ഉപദേശങ്ങൾ തിരുവെഴുത്തിൻ്റെ വേലിക്കെട്ടിനകത്ത് നിന്നുകൊണ്ടാണ്. അതൊരു ടെസ്റ്റാണ്. ആത്മാവ് നമ്മോട് പറഞ്ഞു എന്ന് നമുക്ക് സാധാരണ തോന്നലുണ്ടാകത്തില്ല, അത് ഉറപ്പാണ്. എനിക്കിങ്ങനെ തോന്നിയെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അത് ഉറപ്പായിരിക്കണം. അങ്ങനെ തോന്നലിൽ ജീവിക്കേണ്ടവരല്ല നാം. എന്നാൽ നമുക്കൊരു ടെസ്റ്റ് വേണ്ടേ? ഇതെങ്ങനെ ആത്മാവാണോ പറഞ്ഞേ? തീർച്ചയായിട്ടും അത് തിരുവെഴുത്തിൻ്റെ വേലിക്കകത്തുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പോട് മുന്നോട്ട് കാല് വെക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഫ്രീ വില്ലിൽ ആർക്കും, ഫ്രീ വില്ലുണ്ട്, പക്ഷെ ഫ്രീ വില്ലിൽ ആർക്കും തിരഞ്ഞെടുപ്പ് എടുക്കാൻ സാധിക്കില്ല. എങ്ങനെ? ക്രിസ്തുവിന് മുമ്പിൽ സമർപ്പിതനായി തീരുവാൻ കഴിയില്ല. കാരണം അവൻ്റെ ഫ്രീ വിൽ, പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ഫ്രീ വിൽ അവൻ്റെ പ്രകൃതത്തിന് വിധേയമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യം ഓർമ്മയിൽ വരുന്നത്, 8:1 മുതൽ ഒന്ന് വായിക്കാവോ? 3 വരെ. There is now no condemnation for those who are in Christ. ക്രിസ്തുവിലുള്ളവർക്ക് എന്തോ ഇല്ല? ഒരു ശിക്ഷാവിധിയില്ല. ഓക്കെ, താങ്ക് യു.
The requirement of law. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഫ്ലഷ് കാണാം. ഒന്ന് ജഡം, ഒന്ന് പാപജഡവും പാപജഡത്തിൻ്റെ സാദൃശ്യവും കാണാം. നമ്മളെല്ലാവരും സിൻഫുൾ ഫ്ലഷ് ഉള്ളവരാണ്. നമ്മളെല്ലാവരും സിൻഫുൾ ഫ്ലഷാണ്. കർത്താവ് വന്നത് സിൻഫുൾ ഫ്ലഷിലല്ല, ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പദം അവിടെ പരിശുദ്ധമ്മ കൊടുത്തത്. കാരണം അത് സത്യമാണ്. ഇല്ലെങ്കിൽ മറ്റവർ പറയുന്നത് കറക്റ്റായിരുന്നു. ഏതാ? കർത്താവിന് പാപം ചെയ്യാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ അവിടെ പർട്ടിക്കുലർ ഒരു പദം കൊടുത്തേക്കുക, ഇൻ ദ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് കർത്താവ് വന്നു. ബാക്കി എല്ലാവരും, കർത്താവ് ഒഴിച്ച് ബാക്കി എല്ലാവരും സിൻഫുൾ ഫ്ലഷിലാണ്. സിൻഫുൾ ഫ്ലഷിൽ, പാപപ്രകൃതത്തിൽ, പാപജഡത്തിൽ ഒരുവൻ ജീവിക്കുന്നിടത്തോളം കാലം അവൻ ആത്മാവിനെ അനുസരിക്കുവാൻ സാധിക്കില്ല. അതിനെന്തോ വേണം? പാപജഡത്തിൽ കർത്താവിന് പാപജഡത്തിനുള്ള സ്വാതന്ത്ര്യം വേണം. കർത്താവ് അതിന് പകരമായി എന്ത് ചെയ്തു? പാപജഡത്തിന് സാദൃശ്യത്തിൽ വന്നിട്ട് ഈ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആ ശിക്ഷാവിധി ഞാൻ ഏൽക്കേണ്ട ശിക്ഷാവിധിയാണ്. ആ ശിക്ഷാവിധി എനിക്ക് പകരമായി ഏറ്റെടുത്തതാ. കർത്താവ് പാപം ചെയ്തുകൊണ്ടല്ല, പാപജഡത്തിലും അല്ല വന്നത്. ഈ ഒരു ട്രാൻസ്ഫർ ക്രൂശിൽ നടന്നിട്ടുണ്ട്. എന്താ നടന്നേ? എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തിട്ട് അവൻ്റെ പൂർത്തിയാക്കപ്പെട്ട നീതി എനിക്ക് കണക്കിടുക. അതിനാ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം ഒരു ദൈവദാസൻ പറഞ്ഞ ഇതുപോലാണ്. നമ്മളെല്ലാവരും ഒന്നിൽ കോളേജിൽ ഫീസ് കൊടുത്ത് പഠിച്ചതാ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. 5ാം ക്ലാസ്സിലായിരിക്കുന്ന ഒരു കുഞ്ഞിന് ഫീസ് കൊടുക്കുമ്പോൾ ഫീസ് കൊടുത്തത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ല, കുഞ്ഞിന് വേണ്ടിയാണ് കൊടുത്തത്. അത് കണക്കിടുന്നത് നമ്മളാണ് കൊടുത്തത്, പക്ഷെ അത് കണക്കിടുന്നത് ആർക്ക് വേണ്ടിയാ? അവൻ്റെ പേരിൽ കണക്കിട്ട്. പ്രൈസ് പേ ചെയ്തത് കർത്താവാ, കണക്കിട്ടത് എനിക്കാ. അതവിടെ പറയുന്നേ. ജഡത്താലുള്ള ബലഹീനത എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ എൻ്റെ പാപജഡത്തിൻ്റെ ബലഹീനത നിമിത്തം അത് നിവർത്തിപ്പാൻ കഴിയത്തില്ല. പിന്നെ ചോദിക്കുക, എന്തിനാണ് ഈ പ്രമാണം പിന്നെ കൊടുത്തത്? അതിനും മറുപടി പറയുന്നുണ്ട്. 3:20 റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. അതിന് കാരണം പ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതാ 8:3 പറയുന്നത്, ഈ പാപജഡ കാരണം ഒരാൾക്കും പ്രമാണം നിവർത്തിക്കാൻ കഴിയത്തില്ല. പിന്നെന്തിനാ ഈ പ്രമാണം കൊടുത്തേ? അവിടെ പറയുക, ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വരുന്നത്. ഇംഗ്ലീഷിൽ, for through the law comes the knowledge of sin. ഈ നോളജ് ഓഫ് സിൻ ഒരുവൻ വന്നെങ്കിൽ മാത്രമേ പത്രോസ് പറഞ്ഞ പോലെ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണെന്ന് പറയത്തുള്ളൂ. അപ്പോഴേ പാപത്തിന് പരിഹാരമായി കർത്താവ് ദൈവം ഒരുക്കിയിരിക്കുന്ന പുത്രനെ ആവശ്യമായി വരുന്നുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടോ? പ്രമാണം കൊടുത്ത് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഒരുത്തിൽ വരുത്തി. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞേക്കുന്നത് ഈ പ്രമാണം ട്യൂട്ടറായിരുന്നു എന്നാണ് പറഞ്ഞത്. ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ ശിശുപാലകൻ. എക്സാക്ട്ലി. വചനത്തിൽ കൊടുത്തേക്കുന്നത് അതാ, സ്കൂൾ മാസ്റ്റർ. ഈ സ്കൂൾ മാസ്റ്റർ എന്തായെന്നറിയോ? കർത്താവിലേക്ക് നമ്മളെ അടിച്ചുകൊണ്ട് പോയി. കർത്താവിലേക്ക് നമ്മൾ ചെന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫ്രീ വില്ലിൽ ഒരാൾക്കും ദൈവിക രക്ഷ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. പിന്നെന്ത് വേണം? പിന്നെന്താ വേണ്ടിയേ? ഉയരത്തിൽ നിന്നുള്ളൊരു ജനനം ആവശ്യമാണ്. ഉയരത്തിൽ നിന്നുള്ളൊരു ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അനവധി കാര്യങ്ങൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്കിതൊന്നും അറിയാം. നമുക്കറിയാം എന്തുവാ പ്രീഡെസ്റ്റിനേഷൻ, എന്തുവാ മുൻനിർണയം, ഇതൊന്നും പറഞ്ഞല്ല രക്ഷിക്കപ്പെടുന്നേ. പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ ഇതിൽ വളരണം. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയണം എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഒരു ദൈവദാസൻ വചനം സംസാരിച്ചപ്പോഴോ ഇല്ലേ നാം തന്നെ വചനം വായിച്ചപ്പോഴോ
ആ വചനം നമുക്ക് വിശ്വസിക്കണ്ടേ? വിശ്വസിക്കാൻ നോർമലായിട്ടൊരു മനുഷ്യൻ കഴിയത്തില്ലെന്ന്. അവന് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, അവൻ്റെ പ്രകൃതം കാരണം അവന് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ പാപത്തിൽ മരിച്ചവനായിരുന്നു. ആ മരിച്ച അവസ്ഥ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് മരിച്ചത്. അവന് എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായി ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ 62 ലക്ഷം കൊടുത്ത് ഒരു കോൺട്രാക്ടർക്ക് ഒരു ദൈവദാസന് വീട് പണിയാൻ കൊടുത്തെങ്കിൽ അവൻ കട്ടുകൊണ്ട് വന്ന പൈസയൊന്നുമല്ല, അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. അപ്പം മിടുക്കനല്ലേ ആള്? പക്ഷെ അവന് വചനം വായിച്ചിട്ട് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? ദൈവം തുറക്കണം, ഒരു സൂപ്പർ നാച്ചുറൽ ബർത്ത് അവനിൽ വരണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദൈവമേ നീ ഒന്ന് ഇൻ്റർവ്യൂൻ ചെയ്യണം. ഞങ്ങൾ സുവിശേഷം പറയുന്നുണ്ട്, ഞങ്ങൾ ട്രാക്ട് കൊടുക്കുന്നുണ്ട്, ബൈബിൾ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ, അതുകൊണ്ട് രക്ഷിക്കപ്പെടുമ്പോൾ ഒരാൾക്കും അതിനെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവരുണ്ട്. അത് സ്വർഗത്തിൽ ചിലപ്പോൾ പ്രതിഫലം കിട്ടും, പക്ഷേ ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവിടുന്ന് തന്നെ പ്രവർത്തിക്കണ്ടേ ഒരുവൻ്റെ ഉള്ളിൽ. പൗലോസ് പുഴവക്കിൽ ഒരു സ്ത്രീ മാത്രമാണോ ഇരുന്നേ? അവിടെ വേറെ ആരും ഇല്ലായിരുന്നു? അല്ല. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ ഹൃദയം മാത്രം ദൈവം തുറന്നില്ലേ? ഇതുപോലെ നമ്മുടെ ഹൃദയം ദൈവം തുറന്നത്. പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ ഉയർത്തുന്നുള്ള ജനനം തന്ന് കേട്ട വചനം വിശ്വസിക്കുവാൻ പ്രാപ്തരാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ രക്ഷകനാൻ്റെ ദൈവ സന്നിധിയിൽ നാം സമർപ്പിതരായി. അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്. നമ്മെ രക്ഷപ്പെടുത്തിയ ദൈവം. നമുക്കൊരു ഡേറ്റും ഒക്കെ കാണും, പക്ഷെ ആ ഡേറ്റിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് കാലത്തിൽ സുവിശേഷം നമ്മെ സംബന്ധിച്ചപ്പോൾ അത് വിശ്വസിപ്പാനിടയായത്. ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മളുണ്ട്. ഉദാഹരണം അതാ റോമലേഖനം 9-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, ഞാൻ യാക്കോബിനെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞ പോലെ നമ്മെ തിരഞ്ഞെടുത്തു. ആ ദൈവം തൻ്റെ അധികാരത്തിൽ ചെയ്തതാണ്. അതിനാണ് നാം ദൈവത്തിന് നന്ദി പറയേണ്ടത്. ആ രക്ഷണ പ്രവൃത്തി എത്രയോ വലിയതാണ്. ക്രിസ്തുവ നാം പാപികളായിരിക്കും നമുക്ക് വേണ്ടി മരിക്കയിൽ. പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച ഒരാൾ. ദൈവത്തിന് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സ്നേഹം എത്രയോ വലിയതാണ്, അത് എത്രയോ ആഴമാണ്. പലപ്പോഴും ഞങ്ങൾക്കത് മനസ്സിലാകുന്നതിനപ്പുറമാണ്. കാരണം അങ്ങയുടെ വഴികൾ എത്രയോ വലിയതാണ്, അങ്ങയുടെ ചിന്തകൾ എത്രയോ വലിയതാണ്, അങ്ങ് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ എത്രയോ വലിയതാണ്. അത് ഈ ലോകത്തിൽ താൽക്കാലികമായ ജീവിതത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തെപ്പറ്റി ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ നിശ്ചയം അതെത്രയോ നിർണയം, അതെത്രയോ വലിയതാണ് കർത്താവേ. അതിനു മുമ്പ് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഈ താൽക്കാലിക ജീവിതത്തിൽ കർത്താവേ, അങ്ങയുടെ പുത്രനെ ചുംബിച്ചുകൊണ്ട് ജീവിപ്പാൻ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ, ഞങ്ങളുടെ ഹൃദയം ഒരിക്കലും ഏകാഗ്രത വിട്ട് പോകാതിരിപ്പാൻ, അങ്ങയോടുള്ള സ്നേഹത്തിലും പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരുന്നവരായിരിക്കാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കേണ്ടതിന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ ആത്മാവിനെ ആക്കിയല്ലോ. അത് പഴയ നിയമത്തിൽ ഒരു വാഗ്ദത്തമായിരുന്നെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാക്കി തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ആത്മാവിനെ വിഘടിച്ചു പോകാതെ ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ, ഞങ്ങളുടെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നാളത്തെ സഭായോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ കൂട്ടിവരുത്തണമേ. വിധനയിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പുത്രൻ്റെ നാമത്തെ ഞങ്ങളുടെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനയോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ പ്രാർത്ഥനയുടേതിനായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ഹൃദയമായി സംസാരിച്ചതിനായി നന്ദി പറയാം. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കൂട്ടായ്മയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും സഭയിലെ ഓരോ കുടുംബങ്ങളോടും വിധനയിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിൻ്റെ 2ാം വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.